പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം. പ്രകൃതിയുടെ ഒത്തിരി തടസ്സങ്ങൾ, മഴയുടെ പ്രയാസങ്ങൾ, ഇടി മിന്നലുകൾ എന്ന് വേണ്ട ഈ വേനൽ മഴയുടെ വലിയ പ്രയാസമുള്ളതുകൊണ്ട് ലൈവ് ചെയ്യുവാൻ അല്പം പാട് ആയിരുന്നു. എങ്കിലും പിന്നെയും ലഭിച്ച കരണ്ടിനായും സാവകാശത്തിനുമായി സ്തോത്രം. റോസ് ഫാമിലിയിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഒരവസരം കൂടെ ഉണ്ടായതിൽ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഇത് ചെയ്യാമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല. ഇന്ന് ഈ അവസരം കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവവചനം സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫേസ്ബുക്ക് പേജാണ്. ദൈവവചന ശുശ്രൂഷയിലും ആത്മീയമായിരിക്കുന്ന കർത്താവിനെ ഉയർത്തുന്നതിലും ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ശക്തിയായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ റോസ്ലിൻ സിസ്റ്റർക്കായി സ്തോത്രം, അവരെ കുടുംബമായി ഓർക്കുന്നു. അപ്പോൾ തന്നെ അഡ്മിൻസ് ഉണ്ട്, കർത്തൃദാസിദാസന്മാരുണ്ട്, എല്ലാവർക്കായും സ്തോത്രം. ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് നാം ധ്യാനിപ്പാൻ താല്പര്യപ്പെടുന്ന ഒരു ചിന്താവിഷയം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ വാക്യഭാഗം ഞാനൊന്ന് വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 13-ാം വാക്യം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മൾ അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നെങ്കിൽ ഇതൊക്കെ ഭവിച്ചു? ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, ദൈവത്തോടു കൂടെയാണ് നാം സഞ്ചരിക്കുന്നതെന്ന് പറയുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനുള്ള കാരണം എന്താണ്? രണ്ട്, നമ്മുടെ പിതാക്കന്മാർ അറിയിച്ചിട്ടുള്ള പണ്ടത്തെ അത്ഭുതങ്ങളൊക്കെ എവിടെ? കഴിഞ്ഞ നാളുകളിൽ നാം അത്ഭുതങ്ങളിലൂടെ നടന്നവരാണ്. അതെ, അത്ഭുതം കണ്ടവരാണ്, പ്രാപിച്ചവരാണ്. നമ്മുടെ പിതാക്കന്മാർ അത് അനുഭവിച്ചതാണ്. പക്ഷെ ഇന്നത് ഇല്ല. അതെവിടെ? കണ്ടോ, രണ്ട് അതിപ്രധാനമായ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഇന്ന് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, എന്തുകൊണ്ട് ഇതൊക്കെ ഭവിക്കുന്നു? രണ്ട്, നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഈ രണ്ട് ചോദ്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ ഒന്ന് ചോദിക്കാൻ തയ്യാറായാൽ ഇന്ന് നമ്മുടെ സ്ഥിതി മാറാൻ പോവുകയാണ്. അതെ, ഈ രണ്ട് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഒന്ന്, എന്തുകൊണ്ട് ദൈവമേ ഇതൊക്കെ ഭവിക്കുന്നു? ദൈവം ഇന്ന് ചോദിക്കുന്നവരോട് ചില മറുപടികൾ തരാൻ പോകുകയാണ്. ചോദിക്കാത്തവർക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല, ചോദിക്കുന്നവർക്കാണ് ഇതിനകത്ത് ഉത്തരം. നമുക്കറിയാം, ദൈവവചനം എന്ന് പറയുന്ന, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അനവധി ഉത്തരങ്ങളുള്ള പുസ്തകമാണ്. പലതും ചോദ്യങ്ങൾ മാത്രമായിരിക്കുമ്പോൾ ഇന്ന് സന്ധ്യാവേളയിൽ, സായാഹ്നവേളയിൽ പറയാം, ഉത്തരം നൽകുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ്. പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രശ്നങ്ങളുടെ പരിഹാരം ഇതിനകത്തുണ്ട്. ചോദ്യം മാത്രമല്ല, ഉത്തരം ഇതിനകത്തുണ്ട്. ഇന്ന് സായാഹ്നവേളയിൽ ചില മറുപടികൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഈ ചോദ്യത്തിന് മറുപടി ദൈവത്തിങ്കിൽ നീ പ്രാപിച്ചാൽ നിന്റെ ജീവിതം അമ്പേ മാറി. നിന്റെ അവസ്ഥകളുടെ മേൽ പരിശുദ്ധാത്മാവിന് ശക്തമായി ചിലത് ചെയ്യുവാനുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഒന്ന് വിശദീകരിച്ച് പെട്ടെന്ന് മുൻപോട്ട് പോകാം. ഈ വിഷയം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നത് വിജയത്തിന്റെ പുസ്തകമാണ്. വലിയ വിജയത്തിന്റെ പുസ്തകമാണ്. എന്നാൽ അതിനുശേഷം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ
ദൈവജനം പരാജയത്തിലേക്ക് കുപ്പുകുത്തുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. 13 ന്യായാധിപന്മാർ, ഒരു സ്ത്രീ ഉൾപ്പെടെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണ തലങ്ങളെ കുറിച്ച്, വ്യത്യസ്തമായ രീതികളെ കുറിച്ചൊക്കെ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആഴമായ ഭാഗത്തേക്കൊക്കെ കടക്കുവാൻ ഇപ്പോൾ സമയവും എടുക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, ന്യായാധിപന്മാർ പലരും പരാജയപ്പെട്ട ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഒരു കാര്യം, 7 പ്രാവശ്യം വീതം ഇസ്രായേൽ ജനം ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവം 7 പ്രാവശ്യം അവരെ ശത്രുക്കളുടെ കയ്യിലേൽപ്പിച്ചു. 7 പ്രാവശ്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, അവർ ദൈവത്തോട് നിലവിളിച്ചു. 7 പ്രാവശ്യവും പറയുന്നു ദൈവം അവരെ വിടുവിച്ചു. കണ്ടോ ദൈവജനത്തിന്റെ പ്രത്യേകത? കണ്ടോ, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, വലിയ കഷ്ടങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അകപ്പെട്ടു. ശത്രു രാജാക്കന്മാർ അവരുടെ മേൽ ആധിക്യം ചെലുത്തി, അവരുടെ നന്മകളെ മുഴുവൻ ചോർത്തി. അളവുനൂരിട്ട് വിഭാഗിച്ച മനോഹരമായ ദേശത്തെ നന്മകളിൽ നിന്ന് അവരെ ഉന്തിത്തള്ളി ഗഹ്വരങ്ങളിലും പാറകളിലും കൊണ്ടെത്തിച്ചു. ഒരു നന്മയും അനുഭവിക്കാൻ കഴിയാതെ പലപ്പോഴും വരണ്ടതുമായ അനുഭവങ്ങളിൽ ദൈവജനം എത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഒരു കാര്യം, അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം കനിഞ്ഞവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് ഈ ഷായാന്റെ വേളയിൽ ഞാൻ പറയാം, അരണ്ട ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പലപ്പോഴും ശത്രുവായവൻ നാം അനുഭവിക്കേണ്ട ചില നന്മകളെയും അനുഗ്രഹങ്ങളെയും ചോർത്തി അളവുനിരുട്ട് വിഭാഗിച്ച മനോഹരമായ ദേശത്തെ ശ്രേഷ്ഠമേറിയ നന്മകൾ അനുഭവിക്കേണ്ടതിന് പകരം ഉന്തിത്തള്ളി ആത്മീയ നിലവാരത്തിൽ നിന്ന് നമുക്കറിയാം, ഗൗഹരങ്ങളിലും പാറകളിലും ഗുഹങ്ങളിലും ശത്രുവായവൻ അവനെ ഒതുക്കിയെങ്കിൽ ഇന്ന് അവൻ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഒതുക്കപ്പെട്ട ചില മണ്ഡലങ്ങളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് എന്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവജനത്തെ എവിടെയൊക്കെ ശത്രു ഒതുക്കിയോ അവിടെയൊക്കെ തമ്പുരാന്റെ കരം ശക്തമായി വെളിപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സവിസ്താരമായി നമുക്ക് ഈ പുസ്തകത്തിൽ പഠിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇപ്പോൾ വിശദീകരിക്കുവാനുള്ള സന്ദർഭം നമ്മുടെ മുൻപിൽ പോരാ. ഞാൻ വിഷയത്തിലേക്ക് വേഗം വരാം. ഇവിടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 2-3 കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുന്നോട്ട് വരാം. നമുക്കറിയാം, ഇസ്രായേലിന്റെ മേൽ മിഥ്യാരാധിക്യം ചെലുത്തി. അങ്ങനെ എഴുതിയിരിക്കുന്നു. 1 മുതൽ വായിച്ചാൽ മതി കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ മിഥ്യാന്യരുടെ നിമിത്തം പാറകളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ മക്കൾ വിതയ്ക്കും, പക്ഷെ കൊയ്യാൻ പറ്റത്തില്ല. വിളകളെല്ലാം നശിപ്പിക്കും. എന്തിന്? കന്നുകാലികളെ വളർത്തും. അതിനെ പാല് കുടിക്കേണ്ട സമയമാകുമ്പോൾ ഈ പറയുന്ന ശത്രു വന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ഈ നന്മയെ അങ്ങെടുത്തും. ഇവരുടെ മൃഗ സമ്പത്തുകളെ എല്ലാം മിഥ്യാൻ എന്തുകൊണ്ട് ചെയ്യും? അടിച്ചോണ്ട് പോകും. നോക്കണം, വിളയ്ക്കും, നല്ലപോലെ പണിത് അധ്വാനിച്ച് വിളവുണ്ടാകും. പക്ഷെ വിളവുണ്ടാകുമ്പോൾ ഇവൻ വന്ന് കൊയ്തുകൊണ്ട് പോകും. ഈ ആടിനെ പോത്തിനെ എല്ലാം വളർത്തും. നല്ലപോലെ വളർത്തി തീറ്റ കൊടുത്ത് പാല് ലഭിക്കേണ്ട സമയമാകുമ്പോൾ ഇവൻ വന്നത് മറന്നുകൊണ്ട് പോകും. ഇങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടൊരു വാക്യം, ഇസ്രായേൽ ജനം ആകെ ക്ഷയിച്ചു. ആകെ ക്ഷയിച്ചു. നന്മയുടെ ആളവെല്ലാം അടിച്ചുകൊണ്ട് പോകാൻ നീ ഒന്നും പ്രാപിച്ച് നിലനിർത്താൻ പറ്റുന്നില്ല. ഒരു കാലത്ത് അളവുനൂലിട്ട് വിഭാഗിച്ചു കൊടുത്തതാ, മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നേ. ഇതെല്ലാം അളവുനൂലിട്ട് കൊടുത്തതാന്നേ. പക്ഷെ ഇതിനകത്ത് പിടിച്ചു നിന്ന് പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ശത്രു ചോർത്തിക്കൊണ്ട് പോവാ. സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കയറി വരിക. ഇവൻ കയറി വന്ന് ഇതിനകത്ത് നന്മ മുഴുവൻ ചോർത്തുക. അതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് ഹിതമല്ലാത്ത ജനതെല്ലാം കൂടെ ചെയ്തു. അതായി കുഴപ്പം. എല്ലാം തമ്പുരാന്റെ തലയിൽ വെക്കുന്ന പുള്ളികളുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ അളവുനൂലിട്ട് മനോഹരമായി വിഭാഗിച്ച ദേശം ഇസ്രായേലിന് ദൈവം കൊടുത്തെങ്കിൽ അവിടെ ജീവിക്കേണ്ട ചില പ്രമാണങ്ങളുടെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒത്തതുപോലെ ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നാടോടുമ്പോൾ നടുവേ ഓടാനും
ചേരയുടെ നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ തലമുറി തിന്നാനും ഒക്കുമ്പോൾ ഒത്തതുപോലുള്ള ആത്മീയം നയിക്കുന്ന അനുഭവത്തിലല്ല ഒരു ദൈവമെല്ലാം ജീവിക്കാൻ ദൈവം വിളിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചിന്ത, അരയന്നമെന്ന് പറയുന്ന അത് സ്വർഗീയ ജീവിയാണെന്നാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത്. സ്വർഗത്തിൽ നിന്ന് വരുന്ന സ്വർഗീയ ജീവി അരയന്നം. ഈ അരയന്നം ഇങ്ങനെ സഞ്ചരിച്ച സ്വർഗത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഒരു നദിയുടെ തീരത്തൂടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു കൊക്ക് ഞാനൂലിനെ പിടിച്ചോണ്ടിരിക്കുക. ഉടനെ ഈ അരയന്നത്തിന് ഇച്ചിരി പ്രയാസം തോന്നി. ഈ കൊക്കിൻ്റെ അടുത്ത് ചെന്നേച്ച് പറഞ്ഞു, എടാ നീ എന്നാ മനുഷ്യനാ? ഈ അശുദ്ധ ഞാനൂലിനെ പിടിക്കുന്ന നീ എന്നാ മനുഷ്യനാ? ഞാനിപ്പോൾ സ്വർഗത്തിൽ നിന്ന് വരിക, അവിടെ എത്ര മനോഹരമാ, അവിടുത്തെ സന്തോഷവും അവിടുത്തെ ഒരു അശുദ്ധിയും അവിടെ ഇല്ല, ഒരു ഞാനൂലും അവിടെ ഇല്ല. ഇതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം കേട്ടിട്ട് ഈ കൊക്കിന് വലിയ സന്തോഷമായെങ്കിലും ലാസ്റ്റ് ഈ അരയന്നൻ ചോദിച്ചു, നീ എൻ്റെ കൂടെ പോരുന്നോ? നീ അത്രയും സന്തോഷമുള്ള സ്ഥലത്തേക്ക് വേണം ഞാൻ നിന്നെ കൊണ്ടുപോവാ. പുള്ളി പറയാ, ഈ ഞാനൂരില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. കണ്ടോ, എല്ലാം സന്തോഷമാ, പക്ഷെ ഒരു ഞാനൂലിനെയായി എനിക്ക് സന്തോഷം. ഇങ്ങനെ ചില പുള്ളികൾ ചില ഞാനൂലിനെ കയറി പിടിച്ചിട്ടുണ്ട്. അവർക്ക് ആ ഞാനൂല് മതി. വേറെ സന്തോഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും ചില ഞാനൂലിനെ കയറി പിടിച്ച പുള്ളികളുണ്ടെന്നേ. സ്തോത്രം. ഇങ്ങനെയുള്ള ചില കൊക്കന്മാരുണ്ട്. സ്വർഗീയ സന്തോഷവും ആത്മീയ കൃപകളും ദൈവ കൃപകളും ഒക്കെ ശരിയാണെങ്കിലും ചിലതിനെ കയറി പിടിച്ചോ, അതിൻ്റെ പുറകെയാ. അത് ജീവിതത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അമർത്തിക്കൊണ്ടിരിക്കുക, കവർന്നുകൊണ്ടിരിക്കുക, ആത്മീയ അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കാർന്നു നിന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവിക കൃപയ്ക്കൊത്തവണ്ണം വചനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ ദൈവം തന്റെ ജനത്തെ വിളിച്ച് വേർതിരിച്ച് അളവുനൂലിട്ട് മനോഹരമായ ദേശം കൊടുത്തെങ്കിൽ അതനുസരിച്ച് ജീവിച്ച് മുൻപോട്ട് പോയാൽ അതിലെ നന്മ നീ അനുഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പ്രമാണങ്ങളും വാഗ്ദത്തങ്ങളും ദൈവജനത്തിന് അടിവരയിട്ട് ദൈവം ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു കൽപ്പന തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ പ്രമാണങ്ങളും വാഗ്ദത്തങ്ങളും കൽപ്പനകളും എന്നുള്ള വിഷയം ഒന്ന് ചിന്തിക്കാനിടയായി. ചിന്തിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം ഒരു വിടുതലിനോ ഒരു വാഗ്ദത്തത്തിനോ ഒരു അത്ഭുതത്തിനോ ഒരു വചനം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കൽപ്പന തൂക്കിയിട്ടിട്ടുണ്ട്. ഉണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. എല്ലാവർക്കും സൗഖ്യം ഇഷ്ടമാണ്. പക്ഷേ പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അതിന്റെ പുറകിൽ എഴുതിയിരിക്കുന്നു, നീ എന്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് എന്റെ കൽപ്പനകളെ അനുസരിച്ച് എന്റെ വിധികളും ന്യായങ്ങളും നീ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. എങ്ങനെയാലും ജീവിച്ചേച്ച് വിടുതൽ വേണം, വിടുതൽ വേണം, വിടുതൽ വേണം. നോ, ദൈവത്തിന്റെ പ്രമാണത്തിനൊത്തവണ്ണം ജീവിക്കുന്നവർക്കുള്ളതാ ദൈവിക വിടുതൽ. ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പ്രമാണം വേണ്ട, എങ്ങനെയെങ്കിലും ജീവിക്കണം. വിടുതലാ ഇഷ്ടം. എവിടെ നിന്നാലും വേണ്ടുമില്ല, ഏത് സമൂഹത്തിൽ നിന്നാലും വേണ്ടുമില്ല. വിടുതലുണ്ടോ? 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 എല്ലാ വിടുതൽ. എന്നതാ ഈ വിടുതൽ? ഇന്നും പലർക്കും അറിയത്തില്ല എന്നതാ വിടുതൽ. എടാ, രോഗശാന്തി, അതിനുവേണ്ടി ഓടുന്ന പുള്ളികളുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, ഒരു രോഗം നിന്റെ ശരീരത്തിൽ നിന്ന് മാറിയാൽ വേറെ രോഗം വരും. ഈ ശരീരം രോഗാതുരമാ, പക്ഷെ സൗഖ്യം ദൈവം തരും. പക്ഷെ ഈ ശരീരത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി അല്ല യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. അതിനകത്തുണ്ട് രോഗശാന്തി ഉണ്ട്, അത്ഭുതമുണ്ട്, സൗഖ്യമുണ്ട്, കരുതലുണ്ട്. അതിനപ്പുറത്ത് നിന്റെ ആത്മാവിന്റെ നിത്യജീവനാ പ്രധാനം. നീ 100 പ്രാവശ്യം രോഗശാന്തി പ്രാപിച്ചു നരകത്തിൽ പോയാൽ, അയ്യോ അമ്പേ, നിന്റെ ജീവിതം നരകത്തിലാണെങ്കിൽ തോറ്റില്ലേ? നീ തോറ്റു.
പക്ഷേ നീ 100 പ്രാവശ്യം രോഗശാന്തി പ്രാപിച്ചില്ലെങ്കിലും പൗലോസ് പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ആ രോഗത്തിൽ നിന്ന് വേണ്ടതുപോലെ വിടുതൽ കിട്ടിയില്ല. എന്നാലും ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, രോഗമുള്ള ശരീരത്തിൽ, രോഗാതുരമായ അനുഭവത്തിൽ ദൈവത്തിന്റെ പൈതലെ, ഈ ജീർണത ബാധിക്കുന്ന ഈ ശരീരം പലപ്പോഴും നമ്മൾ പിടിച്ചാൽ കിട്ടാത്തതായിരിക്കാം. പക്ഷെ ഇതിനകത്ത് വസിക്കുന്ന ആത്മാവിന്റെ പുതുജീവന്റെ നിത്യതയെ കുറിച്ചുള്ള ഉത്തുംഗ ശൃംഗമായ ഉന്നതമായ ആ കാഴ്ചപ്പാടാണ് ഏറ്റവും വലുത്. അതിനെക്കുറിച്ച് ആഴമായ കാഴ്ചപ്പാടില്ലെങ്കിൽ ഇവിടെ ഞാനും വിടുതലിന് കൂടെ ഉണ്ട്, ഞാനും ഉണ്ട് പാട്ടിന്, ഞാനും ഉണ്ട് കൊട്ടിന്, ഞാനും ഉണ്ട് എല്ലാത്തിനും. നോ, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ആത്മാവിന്റെ നിത്യതയാ ഏറ്റവും വലുത്. ഈ ശരീരം എന്ന് പറയുന്നത് 60, 70, 80 വർഷം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവം തന്നതാ. അതിനെ സൂക്ഷിക്കണം, അതിനെ കരുതണം, അതിന് വേണ്ടതെല്ലാം ചെയ്യണം, അതിന് കുടിക്കാനും തക്ക സമയത്ത് ഭക്ഷണം എല്ലാം കുടിക്കണം. കൊടുക്കരുതെന്നും പറഞ്ഞില്ല. ഇത് മനോഹരമായിരിക്കണം, ദൈവം വസിക്കുന്ന ആലയമാണ്. എന്നാൽ ഇതിനകത്തൊരാത്മാവുണ്ട്. ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി അവർ കരുതുന്നവരായിരിക്കണം ദൈവമക്കൾ. സ്തോത്രം. കരുതുന്നവരായിരിക്കണം ദൈവമക്കൾ. ആ നിലകളിലുള്ള ആത്മീയ കാഴ്ചപ്പാട് നമ്മുടെ അകത്തലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ അങ്ങ് പോകും. ഇവിടെ ശ്രദ്ധിക്കണേ, ഇസ്രായേൽ ജനത്തോട് ദൈവം അളവുനൂലിട്ട് വിഭാഗിച്ചു കൊടുത്ത മനോഹരമായ ദേശം, അവിടെ പാർക്കുവാൻ ദൈവം ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുത്തു. എല്ലാ ഗോത്രങ്ങൾക്കും അവകാശം വിഭാഗിച്ചു കൊടുത്തു. പക്ഷേ ദൈവത്തിന്റെ പ്രമാണത്തെ വിടുന്നോറും ശത്രു കേറി എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. പ്രമാണത്തിൽ നിന്ന് അകലുമ്പോൾ, പ്രമാണത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശത്രുവിന്റെ കരതലങ്ങൾ അവരുടെ ജീവിതത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ മിഥ്യാന്യ ശക്തി കയറി എന്ത് ചെയ്തു? വാണു. ഞാനൊരു കാലത്ത് ദൈവമക്കളെ സംബന്ധിച്ചോളം പറയട്ടെ, ഒരു സമയത്ത് ഒന്നുമില്ലാതിരുന്നപ്പോ ദൈവമക്കൾക്ക് പാട്ടും ആരാധനയും സ്തോത്രവും സ്തുതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞല്ലോ, പിശാച് വാരി എറിഞ്ഞു കൊടുത്തല്ല. ഇപ്പൊ പറയുന്ന ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിക്കാനെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ലതാ, കിട്ടിയതെല്ലാം മേടിച്ചു. പക്ഷേ പണ്ടത്തെ പാട്ട് പോയി, പണ്ടത്തെ സ്തോത്രം പോയി, പണ്ടത്തെ ആരാധന പോയി, പണ്ടത്തെ സ്തുതി പോയി. ഒരു സമയത്ത് ദാവീദ് സ്തോത്രം പാറപ്പുറത്തിരുന്ന് കിന്നരം വായിക്കുമായിരുന്നു, മനോഹരമായി പാടുമായിരുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പാറപ്പുറത്തുനിന്ന് തമ്പുരാൻ പിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറഞ്ഞ ദാവീദ് അന്ന് സന്ധ്യയ്ക്ക് കരഞ്ഞില്ല. സന്ധ്യയ്ക്ക് കുളിക്കുന്ന ഒരു സ്ത്രീയെ നോക്കിക്കൊണ്ടിരുന്നു. വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ബേർശേബയെ കണ്ടു സന്ധ്യയ്ക്ക്. എന്ത് സംഭവിച്ചു? ബേർശേബയെ കൂട്ടിക്കൊണ്ടുവന്നു. ഊരിയാവിനെ കൊല്ലിച്ചു. ഭയങ്കരമായ പട്ടികപ്പെട്ട് പാപം ചെയ്തു. നോക്കണേ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും ആരാധനയും ദൈവകൃപയും ആത്മീയ അനുഭവവും ഒക്കെ എടുത്തു കളഞ്ഞേച്ച് കൊട്ടാരത്തിന് സമാനമായ ചില ഉയർച്ചകളും നന്മകളും മട്ടുപ്പാവും ഒക്കെ ദൈവം നിനക്ക് തരുമ്പോ പണ്ടത്തെ ആത്മീയ അനുഭവത്തെ മറന്നിട്ട് ഇന്ന് സ്വാർത്ഥതയ്ക്കും തന്നിഷ്ടത്തിനും സ്വന്തം കാര്യത്തിനും വേണ്ടി ജീവിതം ചെലവഴിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു മടങ്ങി വരവിന്റെ സായാഹ്ന വേളയാകട്ടെ, ഒരു മടങ്ങി വരവിന്റെ അനുഭവമാകട്ടെ. ഒരു കാലത്ത് ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം ഉണ്ടെന്നേ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എന്നാത്തിന് വേണ്ടി? പിന്നെ പ്രാർത്ഥിക്കുന്ന ഭാഷയെ പ്രാർത്ഥിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ എവിടെയാ? ലണ്ടനിൽ. അവർക്ക് അവിടെ അനുഗ്രഹത്തിന് വേണ്ടി 10 പൈസ സൂചിയുടെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുകയില്ല. 10 പൈസ കൊടുക്കുകയില്ല സൂചിയുടെ വിലയ്ക്ക് വേണ്ടി. ലണ്ടനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതോണം ഉപദേശിച്ച് പ്രാർത്ഥിച്ചോണം. സ്വത്രം എല്ലാവരുടെയും കാര്യമല്ലേ ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ താല്പര്യം. ദൈവം സാഹചര്യങ്ങളെയൊക്കെ മാറ്റിയപ്പോൾ മനുഷ്യൻ തന്നെ അങ്ങ് മാറിയെന്നേ. കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ മാറിപ്പോയി. നല്ല ആത്മീയ സ്ഥിതികൾ മാറിപ്പോയി. പ്രാർത്ഥന മാറിപ്പോയി. ആത്മീയ അനുഭവങ്ങൾ, സ്നേഹമൊക്കെ മാറിപ്പോയി. അന്ന് കൂട്ടുസഹോദരനോട് നല്ല ബന്ധമുണ്ടായിരുന്നു, വിളിക്കുമായിരുന്നു, കുശലം അന്വേഷിക്കുമായിരുന്നു, വീട്ടുകാര്യം തിരക്കുമായിരുന്നു. എങ്ങനെയുണ്ട് സഹോദര, എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? ഇന്ന് ഇതിനൊന്നും നേരമില്ല. മതില് കെട്ടി അടച്ചിരിക്കുക. അപ്പച്ചനെ കാണണേ പെരയ്ക്കകത്ത് കയറി ചെല്ലണം. കയറി ചെന്നാലും അപ്പച്ചന്റെ മുഖം തിളങ്ങുന്നില്ല. കാരണമല്ല, അപ്പച്ചന് ബാങ്കിൽ ഒത്തിരിയാ കിടക്കുന്നത്.
ഇതെല്ലാം കൂടെ അവസാനം അന്തിക്രിസ്തുവിന്റെ പോക്കറ്റിൽ പോകും. അതിനുവേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പച്ചനിതെല്ലാം കൂടെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കുക. ശുചിയുടെ വിലയ്ക്കും കൊടുക്കുകയില്ല, കർത്താവിന്റെ നാമത്തിനെ ഉയർത്തുകയില്ല, കർത്താവിന് വേണ്ടിയും പ്രയോജനപ്പെടുകയില്ല. സ്വത്രം ആ നിലകളിൽ പോകുന്ന എത്രയോ പുള്ളികളുണ്ടെന്നറിയാമോ? ഇന്ന് ഞാൻ പറയാം, ദൈവം അനുഗ്രഹിച്ചവര്, ദൈവം ഉയർത്തിയവര് സുവിശേഷത്തിന് വേണ്ടി പേഴ്സുകൾ തുറക്കാമെങ്കിൽ കേരളമല്ല, ഇന്ത്യ മുഴുവൻ സുവിശേഷം അറിയിക്കാനുള്ളത് കേരളത്തിലുള്ള കുടുംബങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുക. ഒരുത്തരോടും ചെന്ന് തെണ്ടണ്ട, ഒരു സായിപ്പിനോടും ചോദിക്കണ്ട. ഇവിടുന്ന് തെണ്ടാൻ നടക്കുക ഇവന്മാർ ഇവിടെ പോക്കറ്റിൽ വെച്ചോണ്ട് എങ്ങും പോയി തെണ്ടണ്ട്. കയ്യിലുണ്ടെന്ന് ഇഷ്ടം പോലെ ഉള്ളത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എറിയാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഈ ശുശ്രൂഷ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ നാമത്തിന് വേണ്ടി എറിയുവാൻ താല്പര്യമുള്ളവർ മുൻപോട്ട് വരട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി രാജ്യം രക്ഷിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുവാൻ. ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ മുൻപോട്ട് പോകും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇങ്ങനെ മിഥ്യാന്യരാൽ ഏറ്റവും ക്ഷയിച്ച സന്ദർഭത്തിൽ നമുക്കറിയാം, ഇതാ വിതയ്ക്കും പക്ഷെ കൊയ്യാൻ പറ്റത്തില്ല. ആടുകളും മാടുകളും ഒക്കെ ഉണ്ട്, പക്ഷേ അതിന്റെ നന്മ അനുഭവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആകപ്പാടെ കുഴഞ്ഞ സന്ദർഭത്തിൽ ജനത്തിന്റെ നന്മകളിലെ ശത്രു മിഥ്യാൻ, അമാലേഖ്യർ എന്നിവർ താഴ്വര വഴി വന്ന് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതാ ഒരേ ഒരുവൻ ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ എന്ത് ചെയ്തു? അവൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ വിതച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നന്മ ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല. എന്റെ നന്മ ഞാൻ കൊടുക്കത്തില്ല. എന്റെ അടുക്കൽ നിന്ന് അവൻ ഒന്നും കൊണ്ടുപോകത്തില്ല. ഞാൻ അതിനു വേണ്ടി പണമൊരുതും, ഞാൻ അതിനു വേണ്ടി നിൽക്കും നിശ്ചയമായും എന്ന് പറഞ്ഞുകൊണ്ട് മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗിദെയോൻ മെതിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നേച്ച് വിളിച്ചു, അയ്യോ യഹോ പരാക്രമശാലി എന്നൊരു വിളിയാ. യഹോവ നിന്നോട് കൂടെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട, നീ മെതിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഉടനെ പുള്ളി ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ചിന്താവിഷയം. എന്താ ചോദിച്ചത്? യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യജമാനനെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, സ്തോത്രം, എന്തുകൊണ്ട് ഇതൊക്കെ ഭവിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട് ഇതൊക്കെ ഭവിക്കുന്നു? ഫിലിപ്പിയ ലേഖനം 1:12 വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അനവധി ചിന്തകൾ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിക്ക് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പൗലോസ് പറയുന്നത് കേൾക്കണോ? എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവനായി ചെങ്ങല ധരിച്ചുകൊണ്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ അദ്ദേഹം എഴുതുകയാ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. നമുക്ക് സംഭവിക്കുന്നതെല്ലാം ചില ദൈവപ്രവൃത്തിക്ക് കാരണമായി മാറണം. അതെ, നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലൂസിനെ കാരാഗ്രഹത്തിൽ അടച്ചാൽ, പിശാചി വിചാരിച്ച് കാരാഗ്രഹത്തിൽ അടച്ചാൽ ആ മൂലെ കടന്നോളൂന്നാണ്. പക്ഷെ കാരാഗ്രഹത്തിൽ അടച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ലേഖനം എഴുതാൻ തുടങ്ങി. അയ്യോ, 14 ലേഖനങ്ങൾ, ഈഴുറ്റ ലേഖനങ്ങൾ ഇന്ന് ദൈവസഭയ്ക്ക് കിട്ടിയത് എവിടെ വെച്ചാന്നറിയാമോ? പ്രത്യേകിച്ച് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന എഫേസ്യ ലേഖനം തുടങ്ങി ഈടുറ്റ ലേഖനങ്ങൾ പൗലോസ് എഴുതിയത് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുണ്ടാ. പിശാചിന് മനസ്സിലായി, ഇവനെ കാരാഗ്രഹത്തിൽ ഇട്ടാൽ രക്ഷയില്ല. പുറത്തോട്ട് വിട്ടാലോ? പുറത്തോട്ട് വിട്ടാൽ സഭ സ്ഥാപിക്കും. പുറത്തോട്ട് വിട്ടാൽ സഭയാന്നേ. പൗലൂസിനെ എങ്ങോട്ടേലും ഇറക്കി വിട്ടാൽ അവിടെ സഭയാ. ആത്മാക്കൾ രക്ഷിക്കപ്പെടുക, കൂട്ടമായി രക്ഷിക്കപ്പെടുക, കുടുംബങ്ങൾ മാനസാന്തരപ്പെടുക. അകത്തോട്ട് കയറ്റി ഇട്ടാലോ? ഇവരെ പോലീസ് പിടിച്ചു കൊണ്ടുവന്ന് എടാ സുവിശേഷം പറയണ്ടെന്നും പറഞ്ഞ് അകത്തോട്ട് കയറ്റി ഇട്ടാലോ അവിടെ ലേഖനം വരിക പുറത്ത്. ഇന്നോളം ദൈവസഭയ്ക്ക് നിലനിൽക്കുന്ന ഉപദേശങ്ങൾ നൽകി തരുന്ന മാറ്റമില്ലാത്ത ഉന്നതമായ ലേഖനങ്ങൾ ഉടലെടുത്തത് കാരാഗ്രഹത്തിനകത്ത് വെച്ചാന്നേ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇതൊരു മൂക്കിപ്പനി വരുമ്പം പറയാം, കർത്താവേ മേല. ഒരിക്കൽ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് പനിയുടെ പ്രയാസമുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചു. മരുന്ന് കഴിക്കരുത് ഞാൻ തീരുമാനമെടുത്തതാണ്, എങ്കിലും ഞാൻ കഴിച്ചു. അകത്തോട്ട് വിഴുങ്ങിയില്ല, പെട്ടെന്ന് ഛർദ്ദിച്ചു കളഞ്ഞു. ഇതിനെല്ലാം കുറ്റക്കാരനാരാ? കർത്താവാണോ?
സാക്ഷ്യമൊക്കെ കേട്ട എന്തൊരു സാക്ഷ്യമാണെന്ന് എനിക്കറിയാൻ മേല. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് പനി വന്നെങ്കിൽ അതിലൂടെ ദൈവനാമം എന്ത് മഹത്വപ്പെട്ടു? എനിക്ക് വന്നത് ദൈവത്തിന്റെ നാമത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണെന്ന് പറയാൻ എത്ര കാര്യമുണ്ട് ദൈവമക്കളെ. ഇതെന്തെങ്കിലും വന്ന ഉടനെ ആകെപ്പാടെ വശായി, പേടിച്ച്, തളർന്ന്, ക്ഷീണിച്ച്. ഓ, ഈ ഭക്തനായ മനുഷ്യൻ പൗലോസിനെ നിങ്ങളൊന്ന് പഠിച്ചേ. കൊരിന്ത്യർ ലേഖനത്തിലുണ്ട് കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കൂടെ കൂടെ പട്ടിണി, പരിഹാസം, തടവ്, ചങ്ങല. അയ്യോ, ഒരു നീണ്ട പട്ടികയല്ലേ കിടക്കുന്ന, നീണ്ട പട്ടികയല്ലേ. ഇത് പറഞ്ഞു വെച്ച് പൗലോസ് പറയാ, ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. ഇതെല്ലാം ഉണ്ടെന്നേ. എങ്കിലും എനിക്ക് ലഭിച്ചത് മുഴുവൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക. ചൂടാമാന ഹന്തരാജന. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഞാൻ പറഞ്ഞല്ലോ ഈ അമ്മച്ചിയുടെ സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞെന്ന്, പിന്നെ മനസ്സിലായത് അമ്മച്ചി മഴ നനഞ്ഞിട്ട് പനി പിടിച്ചതാ. കർത്താവ് പനി പിടിപ്പിച്ചതല്ല. മഴ നനഞ്ഞ് നടന്ന് പനി പിടിച്ച് വെച്ച് സഭാഹോളി വന്നേച്ച് പറയുക, പനി ഉണ്ടായി, എല്ലാവരും പ്രാർത്ഥിക്കണം. മഴ നനഞ്ഞ് നടന്നാൽ പനി പിടിക്കില്ല. പനി പിടിക്കും. സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കണം. കർത്താവിനെന്നാ പറ്റി? ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കും, ഉപദേശം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. കാരണം അമ്മച്ചിയെ വിടുവിക്കണമേ. കാരണം അമ്മച്ചി ഇനി പനി പിടിച്ച് നടക്കാതിരിക്കാൻ മഴ നനയരുതേ എന്ന് പറയുക. ഞാൻ പറഞ്ഞതേ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നതോട് ഞാൻ പറയുക, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? യേശുവിന്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മളെല്ലാം ഭയങ്കര വീമ്പളക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആദ്യം ചെയ്തു, ഇത് ചെയ്തു. ഒന്നുമല്ല. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി നിന്റെ പ്രവൃത്തി ഒന്നുമല്ല. അതെന്ന് ഞാനൊരു സമയത്ത് 24 മണിക്കൂർ സുവിശേഷം അറിയിച്ച് നടന്നൊരു സമയമുണ്ട്. ഇപ്പം ഇച്ചിരി പ്രായമൊക്കെ ആയി. ഈ ദിവസങ്ങളിൽ 27 പരസ്യത്തിന് ഒറ്റയ്ക്ക് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 27 പരസ്യത്തിന് ഒരു ദിവസം ഒറ്റയ്ക്ക് പ്രസംഗിച്ച ആളാണ് ഞാൻ. ഒരു സഹോദരൻ ഒരു വാനും മൈക്കും എല്ലാം കൊണ്ടുവച്ച് ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ച് പുള്ളി സ്ഥലം വിടും. ഞാനാ പ്രസംഗിക്കുന്നത്, നിന്ന് പ്രസംഗിക്കും. എലഞ്ഞിയിലൊരു ടീമുണ്ടായിരുന്നു, ബാസിലി മിനിസ്ട്രീസ് എന്ന് പറയും. ഇടയാറുകാരനൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം ഭാര്യ മരിച്ചു. ഏലിയാസ് ഡോക്ടർ എന്ന് പറയും. എലഞ്ഞിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. ആ ടീമിൻ്റെ നേതൃത്വം വഹിച്ചത് ഞാനാ. ചില നാളുകൾ അനവധി കൺവെൻഷനുകളും യോഗങ്ങളും പരസ്യങ്ങളും ഒക്കെ പലയിടങ്ങളിൽ കൊണ്ട് നടത്തി. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പെട്ടെന്ന് എൻ്റെ കൈ തകർന്ന് തരിപ്പണമായി. ഒറ്റവാക്കിലൊക്കെ പറയാം. ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു, ഇത് മുറിച്ച് കളയണം, വലത്ത് കൈ, ഈ കൈ മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അയ്യോ, ഞാനവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഇത്രയും സുവിശേഷ വേല ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ കൈ മുറിക്കണമെന്നാണ്. അന്നാ എനിക്ക് മനസ്സിലായത് എൻ്റെ സുവിശേഷ വേല ഒന്നുമല്ലെന്ന്. ഞാൻ വിചാരിച്ചു ജോസഫ് കുട്ടി ഏതാണ്ട് വലിയ പുള്ളിയാണ്. അല്ലെന്ന്. നീ അത് പഠിക്കാദ്യം. നീ ചെയ്യുന്നത് ഒന്നുമല്ല. നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബുദ്ധത്തിൽ പറഞ്ഞ അപ്രയോജന ഭൃത്യൻ. അപ്രയോജന ഭൃത്യൻ. അതേന്നെ. 24 മണിക്കൂർ ദൈവം തന്ന 2.5 മണിക്കൂർ ദൈവത്തിനുള്ളതല്ലേ? അതേന്നെ. ദശാംശത്തിന്റെ കണക്കാ പറഞ്ഞു. കുറഞ്ഞത് 2.5 മണിക്കൂർ ദൈവത്തിൻ്റെതാ. അതും മോട്ടിച്ചാ നമ്മൾ ജീവിക്കുന്നത്. ദൈവം തരുന്ന എത്രയോ കാര്യങ്ങൾ ദൈവസന്ധി മോട്ടിക്കുന്നവരാണ് നമ്മൾ. കള്ളന്മാരെന്നാ വിളിച്ചേക്കുന്നത്. ദശാംശം മോട്ടിക്കുന്നവനെ കള്ളൻ എന്നാ വിളിച്ചിരിക്കുന്നത്. കള്ളൻ. ദൈവത്തെ കക്കുന്നവരാണ് നമ്മൾ വലിയ വീമ്പളക്കും. ഓ, എന്താ അതിശയമേ, ദൈവത്തിന് സ്നേഹം ഒക്കെ ശരിയാ. ദൈവത്തിന് സ്നേഹമൊക്കെ ശരിയാ. ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ ദൈവത്തോട് കാണിക്കുന്നത് എത്രത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധി നീതിയുണ്ടെന്നുള്ളത് ഇന്ന് ഈ സായാഹ്ന വേളയൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ കിടക്കേ കിടന്നോണ്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും ശുശ്രൂഷ ചെയ്തു. അവിടെ കൺവെൻഷൻ, ഇവിടെ കൺവെൻഷൻ, പരസ്യയോഗം, യോഗം, ദേ നടക്കുന്നു. തരികിട തിത്തൈ, കൈ ഒടിഞ്ഞ് തകർന്ന് മുറിഞ്ഞ്, ദേ ഡോക്ടർ പറയുന്നു മുറിക്കണം. മുറിച്ചില്ല കേട്ടോ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞത്, ഞാൻ ധരിച്ചത് ഞാനാ ഏതാണ്ട് വലിയ കാര്യം ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ കിടന്നുകൊണ്ട് മനസ്സിലായി ഞാനൊന്നുമല്ല. നമ്മുടെ പ്രവൃത്തി ഒന്നുമല്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഏതാണ്ടൊന്നാണെന്ന് ആരും ധരിക്കരുതേ.
അല്ല. നമ്മളെല്ലാം അപ്രയോജന വൃത്തിന്മാരാ, ഒന്നും ചെയ്തിട്ടില്ല. ഈ ദിവസങ്ങളിൽ ചെയ്യാൻ തയ്യാറുണ്ടോ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പൗലോസ് പറയാ, എന്റെ ചങ്ങല സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കാരണമായി. റോമിലെ ദൈവസഭയ്ക്ക് പൗലോസ് ചെങ്ങല ധരിച്ചവനായി അവിടെ ചെല്ലുമ്പോൾ റോമിലെ സഭ പൗലോസിനെ അറിയില്ല. പൗലോസ് ആദ്യമായിട്ട് അവിടെ റോമിൽ ചെല്ലുന്നത്, ചരിത്രമൊന്നും വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. റോമിൽ ആദ്യമായിട്ടാണ് ചെല്ലുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ഫിലിപ്പി ലേഖനം നിങ്ങൾ വായിച്ച് പഠിച്ചു നോക്കൂ. റോമിലെ സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, അവിടുത്തെ അകമ്പടി പട്ടാളത്തിന് മുഴുവൻ ബോധ്യമായി ഈ സുവിശേഷത്തെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ റോമൻ കാരാഗ്രഹത്തിൽ പൗലൂസിനെ ഇടുമ്പോൾ, ഉള്ളിലുള്ള തടവറയിൽ ഇടുമ്പോൾ കുറഞ്ഞത് 6 പടയാളികളെങ്കിലും ഈ പൗലൂസിന്റെ ചെങ്ങലയ്ക്ക് അടുക്കലുണ്ടെന്നാ. ഇപ്പൊ അതിന്റെ കൃത്യതയൊന്നും വിശദീകരിക്കുന്നില്ല. ഈ 6 പേരോടും പൗലൂസ് എന്ത് ചെയ്യും? സുവിശേഷം പറയും. അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ അടുത്ത 6 പേര് വരും. ആ 6 പേരോടും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും. നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഹല്ലേലൂയ, സകല അകമ്പടി പട്ടാളങ്ങൾക്കും, ഒന്നുകൂടെ പറഞ്ഞാൽ കൈസരുടെ അരമനയിലുള്ള സകല അകമ്പടി പട്ടാളത്തിനും യേശു ആരാണെന്ന് ബോധ്യമായി. എവിടെ വെച്ച്? റോമിലെ കാരാഗ്രഹത്തിനകത്ത് വെച്ച്. സ്വോത്രം, സ്വോത്രം. ഒരു ചെങ്ങലയ്ക്കകത്ത് മൂട്ടപ്പെട്ടവനായി, ഒരു കൊള്ളക്കാരനെ പോലെ, ഒരു കള്ളനെ പോലെ റോമൻ പടയാളികളുടെ നടുവിൽ പൗലൂസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് തന്റെ ജീവിതം കാരണമായെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ നിന്റെ കൈ ചെങ്ങലയിട്ടിട്ടില്ല, എന്റെ നിന്റെ കാല് ചെങ്ങലയിട്ടിട്ടില്ല. എനിക്കും നിനക്കും ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. യേശുവിനെ പ്രസംഗിക്കാൻ അവസരമുണ്ട്, യേശുവിനെ സാക്ഷിക്കാൻ അവസരമുണ്ട്, ഗ്രൂപ്പിൽ വന്ന് പാടുവാൻ അവസരമുണ്ട്, പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, ആത്മാക്കളോട് കർത്താവിനെ കുറിച്ച് പറയാൻ അവസരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ തയ്യാറുണ്ട്? ചുമ്മാതെ ഒരുമാതിരി ഉഴപ്പം പരിപാടി കൊണ്ടൊന്നും നടക്കുകയില്ല. വളകൊഴുപ്പം പരിപാടി. ഞാനുകൊണ്ട് ഗ്രൂപ്പ് എന്നാ ചെയ്യുന്നു നീ? ഒരു നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്ത നിന്നെ കൊണ്ട് എന്റെ തമ്പുരാൻ എന്ത് ചെയ്യാൻ പറ്റും? ഉഴപ്പരുത് കേട്ടോ, തമ്പുരാനെ ഉഴപ്പരുത്. ഒരു ജോലി നിനക്ക് കിട്ടിയ ഗവൺമെന്റിന്റെ ജോലിയാണെങ്കിൽ അവരെ മാനിച്ച് നീ കൃത്യസമയത്ത് ചെല്ലും. കാരണം പഞ്ച് ചെയ്യും. കൃത്യസമയത്ത് ചെല്ലേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, തമ്പുരാന്റെ കാര്യത്തിൽ മാത്രമല്ലേ നിനക്ക് സമയം നിഷ്ഠയില്ലാത്തത്? ഇഷ്ടമുള്ള പോലെയാ, ഇഷ്ടമുള്ള പോലെ കൈകാര്യം ചെയ്യുക. അങ്ങനെ കൈകാര്യം ചെയ്യരുത് കേട്ടോ. ഇത് തമ്പുരാന്റെ കാര്യമാ, വലിയ കാര്യമാ. അതുകൊണ്ട് ചെങ്ങലയില്ല, മറ്റ് പ്രശ്നങ്ങളില്ല. സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി നിലനിൽക്കുവാൻ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, എനിക്ക് ഭവിച്ചത് എന്ത് ഭവിക്കുമെന്ന് കാണാൻ. വാക്യങ്ങളൊന്നും എടുത്ത് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല, സമയമായി തീർന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഭവിച്ചത്, എൻ്റെ രോഗം, എൻ്റെ പ്രശ്നം, എൻ്റെ പ്രതിസന്ധി, എനിക്ക് ഭവിച്ചതായിരിക്കുന്ന കഷ്ടങ്ങൾ, എനിക്ക് ഭവിച്ച രോഗങ്ങൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? ദൈവത്തിങ്കിൽ നിന്ന് വിടുതൽ കിട്ടുകയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പൗലൂസിനെ നിങ്ങൾക്കറിയാമോ, കാരാഗ്രഹത്തിന്റെ അകത്തെ ചെങ്ങല അഴിച്ച് ഇരുമ്പുവാതിലും തുറന്ന് പുറത്തു കൊണ്ടുവന്നതാ. പക്ഷെ റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് ഈർച്ചവാളാൽ പൗലൂസിനെ അറുത്തുകൊന്ന ചരിത്രം നിങ്ങൾക്കറിയാമോ? അവിടെ കടന്നുകൊണ്ട് പൗലോസ് ഇങ്ങനെ എഴുതി, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പെടലി റോമൻ പടയാളിയുടെ വാളിന്റെ പിന്നിലേക്ക് ചായച്ചു കൊടുക്കുമ്പോൾ പൗലോസിനൊന്നറിയാൻ, ഞാനിപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ ശുശ്രൂഷ അവസാനിച്ചു. തീമോഥെയോസിനോട് പറഞ്ഞു, മെസ്സീരാസിനോട് പറഞ്ഞു, പലരെയും ഈ മഹത്വമുള്ള ശുശ്രൂഷ ഫലമേൽപ്പിച്ച് വിശ്വസ്തനായ ദൈവദാസൻ കടന്നുപോയത് നമുക്ക് കാണാൻ കഴിയത്തില്ലേ? നമ്മളൊക്കെയാണെ പറഞ്ഞാൽ, അയ്യോ അങ്ങനെ മരിച്ചോ, അയാൾക്ക് അത് സംഭവിച്ചോ, അയാളെ കൊന്നോ, ഈർച്ചവാളാൽ മരിച്ചോ എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സുവിശേഷത്തിന് വേണ്ടി ഈർച്ചവാള് മുമ്പിൽ തലയേൽപ്പിച്ചു കൊടുത്തയാളാ പൗലോസ്, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. അതുകൊണ്ട് എന്ത് ഭവിക്കും? സ്തോത്രം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വല്ലതും നടക്കുമെന്നേ. കർത്താവ് കൂടുതലുണ്ടായിരുന്നു പടകിലേ. ശിഷ്യന്മാര് മുഴുവൻ നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ?
ഇല്ല, കർത്താവ് കിടന്നുറങ്ങുക, കൂർക്കം വലിച്ചുറങ്ങുക. പത്രോസ് കിടന്ന് വിളിക്കുന്നു, യാക്കോബ് വിളിക്കുന്നു, യോഹന്നാൻ വിളിക്കുന്നു. അയ്യോ, നീ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇറങ്ങിയേ, നീ പറഞ്ഞിട്ട് ഇറങ്ങിയതാന്ന്. ഞങ്ങൾ ഇറങ്ങിയത് നീ പറഞ്ഞിട്ടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ മുങ്ങത്തില്ല. കർത്താവ് മുങ്ങാതെ നീ മുങ്ങത്തില്ല. നീ എന്തിനാ പേടിക്കുന്നേ? അയ്യോ, എന്നോ പേടിയാന്നറിയോ? ഓളവും തിരമാലവും പ്രശ്നവും എല്ലാം അടിക്കാൻ തുടങ്ങി. കർത്താവ് അങ്ങോട്ട് എഴുന്നേറ്റ് ഒരൊറ്റ ശാസനം അങ്ങോട്ട് ചാലിച്ചു കഴിഞ്ഞപ്പോൾ ഓളവും തിരമാലയും എല്ലാം അവിടെ നിന്നു. കർത്താവ് എഴുന്നേറ്റ് കേട്ടോ. നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേക്കും. കർത്താവ് ഉണ്ടെങ്കിൽ, നിന്റെ പടകിൽ കർത്താവ് ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയമായി ഞാനൊരു കാര്യം പറയാം, ഇന്നടിക്കുന്ന തിരമാലകൾ അവിടെ നിൽക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരമാലകളെ ഇളക്കി വിടുന്ന ഒരു കാറ്റ് ഇതിന്റെ പുറകിലുണ്ട്. ഒറ്റവാക്കി പറഞ്ഞു വിടാം, ഗദരദേശത്ത് ബാധിച്ചിരിക്കുന്ന ആ ദുഷ്ടശക്തിയായി അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത്. കാരണം അവിടെ ചെന്നാൽ ആ കെട്ടഴിയുമെന്നുള്ളത് ആർക്കറിയാം? ഈ ഭൂതത്തിനറിയാം. 6000 ഭൂതം ബാധിച്ച ലഗിയോനറിയാം. ഈ ലഗിയോനറിയാം, എൻ്റെ യേശു അവിടെ ചെന്നാൽ ചില കെട്ടഴിക്കും. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്, കറക്കണം. ഇവിടെ ഇട്ട് ചുഴലിക്കാറ്റിട്ട് കറക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ കറക്കുന്നത് അധിക നാൾ കറക്കാൻ ഇടവരുത്തില്ല. നിന്നെ ശാസിക്കാൻ എൻ്റെ കർത്താവ് എഴുന്നേക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ നമ്മിലൂടെ കർത്താവ് എഴുന്നേക്കാൻ പോവാന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ചാകുകയില്ല, നിന്നിലൂടെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും. ഇതിപ്പോ ചുഴലിക്കാറ്റും എല്ലാം കണ്ട്, ഓളവും എല്ലാം കണ്ട് പേടിക്കുക. കർത്താവ് ചാകുമോ, എപ്പോഴാ, എങ്ങനാ? ഒരു ചെറിയ നെഞ്ചുവേദന വന്നേ ഉള്ളൂ, അയ്യോ പോയല്ലോ. ഓ, കാണാ പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കാൻ പോകുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക, എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തരാൻ പോകുക, എന്നിലൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുക. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ അമരത്തുണ്ടെങ്കിൽ, ഓ, ഭവിക്കുന്നതൊന്നും പരാജയത്തിനല്ല, എല്ലാം വിജയത്തിനാ. രണ്ടാമത്തെ കാര്യം, അത്ഭുതങ്ങളൊക്കെ എവിടെ? പറഞ്ഞങ്ങ് വിട്ട് അവസാനിപ്പിക്കുക, സമയം തീർന്നെന്ന് എനിക്കറിയാം. സ്തോത്രം. അത്ഭുതങ്ങളൊക്കെ എവിടെ? തീർന്നിട്ടില്ലെന്നേ, അത്ഭുതം തീർന്നിട്ടില്ല. എന്നെല്ലാം പറഞ്ഞു അത്ഭുതം തീർന്നു പോയി. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചാൽ മതി. ലൂക്കോസിന്റെ സുവിശേഷം ഞാനിപ്പോൾ എടുത്ത് വിശദീകരിക്കാൻ അവസരം എടുക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞു വിട്ട്, ശിഷ്യന്മാർ എല്ലായിടത്തും പോയി ഭയങ്കര ശുശ്രൂഷയെല്ലാം നടത്തിയേച്ച് വന്നേച്ച് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പോയ വഴിയിലെല്ലാം ഭൂതങ്ങളെ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി, അത്ഭുതങ്ങൾ നടന്നു. കർത്താവ് പറഞ്ഞു, ശരി, ഓ, നിങ്ങളുടെ ശുശ്രൂഷ വലുതായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ ഒത്തിരി കാര്യമൊക്കെ ചെയ്തു. കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് പുരുഷാരത്തോട് ഇരിക്കാൻ പറയാൻ പറഞ്ഞു. ഒത്തിരി പുരുഷാര യേശുവിൻ്റെ അടുക്കുണ്ടേ, ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഇവർക്ക് മനസ്സിലായത്, അയ്യോ, കുഴഞ്ഞു. നിങ്ങളല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞ ഭൂതം വിട്ടുപോയി, അത്ഭുതം നടന്നു, ഭയങ്കര വിടുതലായിരുന്നെന്നാ പറഞ്ഞു. ഇപ്പൊ ഇത്രയും പേർക്ക്, കുറച്ചു പേർക്ക് എങ്ങനെ ചാപ്പാട് കൊടുക്കാൻ പറഞ്ഞിട്ട് കയ്യിലൊന്നുമില്ല. ഇതാന്നേ ഭയങ്കര വാചകമടിയാ. ഈ കഴിഞ്ഞ ദിവസം ഒരു പുള്ളി വാചകം അടിച്ചു, ഞാൻ മരിച്ചവരെ ഉയർത്തെന്നിപ്പിച്ചു വന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഒരു കരികില പോലും പ്രസംഗത്തിൽ അനങ്ങിയില്ല. ഇങ്ങനെയാ എന്നെ വാചകമാ. ഇടാ, നിന്റെ വാചകം കൊണ്ടൊന്നും നടക്കിയായിരുന്നു. പത്രോസ് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല. യാക്കോബ് പറഞ്ഞു, എൻ്റെ കയ്യിലുമില്ല. വാചകമാന്നേ, അത്ഭുതം. പക്ഷെ എൻ്റെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അത്ഭുതം ഇല്ലെന്ന് പറഞ്ഞവരെ ചേർത്താ കർത്താവ് വിളമ്പിയത്. നീ അങ്ങോട്ട് അവിശ്വാസിയായ നീ അങ്ങോട്ട് വിളമ്പിക്കേ. കൊട്ടക്കണക്കിന് പത്രോസിന്റെ കയ്യിലോട്ട് കൊടുത്തു, കൊട്ടക്കണക്കിന് യാക്കോബിന്റെ കയ്യിലോട്ട് കൊടുത്തു, യോഹന്നാന്റെ കയ്യിലോട്ട് കൊടുത്തു, കൊണ്ടുകിടന്ന് വിളമ്പുക നീ. എടാ, അത്ഭുതമില്ലെന്ന് പറയുന്നവന്റെ കൈ കൊണ്ട് വിളമ്പിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. അതെന്ന് വിളമ്പിക്കാൻ പോവാ, അനവധി പേരെ പോഷിപ്പിക്കാൻ പോവാ. അവൻ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഈ റോസിന് പ്രത്യേകിച്ച് സ്തോത്രം, റോസ് ഫാമിലിയിലൂടെ അനവധി പേരെ പോഷിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടി തയ്യാറുള്ള സ്തോത്രം ചിലര് മുന്നോട്ട് വരട്ടെ. നിന്റെ കയ്യിലേക്ക് ദൈവം ചിലത് ഏൽപ്പിക്കാൻ പോവാ. നിനക്ക് കഴിയത്തില്ലെന്ന് പറയുന്നിടത്ത് ഒരു അത്ഭുതം നടക്കാൻ പോവാ. കഴിയത്തില്ലെന്ന് പറയുന്നിടത്ത് അത്ഭുതം നടക്കാൻ പോവാന്ന്. ഇന്നലെയൊക്കെ ഭയങ്കര അത്ഭുതം പറഞ്ഞുകൊണ്ടിരുന്ന നീ ഇന്ന് കയ്യിലൊന്നുമില്ലല്ലേ? പേടിക്കണ്ട, കർത്താവ് തരാൻ പോവാ, കൊട്ടക്കണക്കിന് തരാൻ പോവാ, നിന്നെ കൊണ്ട് വിളമ്പിക്കാൻ പോവാ. അനേക പുരുഷാരത്തിന് സംതൃപ്തി പെരുമാറ് ഒരു ദൈവപ്രവൃത്തി ദൈവം നടത്താൻ പോവുക. അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, അവൻ അത്ഭുതം എവിടെ? നിശ്ചയമായും നമ്മെ കൊണ്ട് ദൈവം ചെയ്യിക്കും. അനവധി ചിന്തകളുണ്ടെങ്കിലും എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഒരത്ഭുതം നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ വെള്ളം നിമിഷം കൊണ്ട് വീഞ്ഞാകുന്ന സ്ഥിതിയാണ്.
ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ 2 വർഷം കൊണ്ട് ഈ സ്ഥിതിയിൽ മുന്തിരിയെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂന്നാ. കുറഞ്ഞത് 1 വർഷം 6 മാസമെങ്കിലും കഴിയണം അങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ. എൻ്റെ കർത്താവിന് നിമിഷം മതി. നിമിഷം മതിയെന്നേ. നിമിഷം കൊണ്ട് അത്ഭുതം ചെയ്യാൻ മതിയായ കർത്താവ് ഇവിടെയുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്ന ഏവർക്കുമായി സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകണം. ഓ, അഗിദിയോൻ ചോദിച്ചതുപോലെ ചോദ്യത്തിൻ്റെ മറുപടിയായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത്ഭുതങ്ങളുമല്ല ദൈവനാമത്വത്തിനും അനേകർക്ക് പ്രയോജനത്തിനും കെട്ടുപിടിക്കും ദൈവസഭയുടെ വിശാലതയ്ക്കും വിടുതൽ നമുക്ക് കാരണമാകണം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് രക്ഷിക്കും. വചനം അവർക്ക് വിടുതലിന് കാരണമാകും. പുത്രനെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.